മത്തായി സുവിശേഷം ആമേൻ 9-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യം. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്നവനെ നമസ്കരിച്ചു. എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു. മതി. ഇന്ന് രാത്രിയിൽ വായിച്ച തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഒന്ന് ഉയർത്തി, 2 കരം കൊണ്ടുവന്നവർ 2 കരം ഉയർത്തി സ്തോത്രം പറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ആരും ഒറ്റക്കൈ വന്നവരല്ല, 2 കൈയും കൊണ്ടുവന്നവരാണ്. ആമേൻ, സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമ്മൾ ഒറ്റക്കയ്യന്മാരായി തീരുന്നുണ്ട്. ആമേൻ, സ്തോത്രം. എന്നാൽ 2 കാലിൽ നടക്കുകയും ഒറ്റക്കയ്യന്മാരായി തീരുന്ന പല സഭകളിലും ഉണ്ട്. അങ്ങനെ ഇപ്പം നമ്മളെല്ലാം 2 കൈ ഉള്ളവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിന് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കേണ്ട രാത്രിയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു അധ്യായമാണ് മത്തായി സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷത്തിനകത്ത് നിന്നുകൊണ്ട് ആമേൻ 9-ാമത്തെ അധ്യായം അതിൻ്റെ 18-19 വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് പ്രൈസ് ദി ലോർഡ് ഒരു വലിയ അത്ഭുതം ഇതിനകത്ത് കർത്താവ് ചെയ്യുകയാണ്. ഒന്ന്, യായിറോസ് എന്ന പ്രമാണിയുടെ തൻ്റെ ഏക മകളായിരിക്കുന്ന ഏകദേശം 12 വയസ്സ് പ്രായമുള്ള ഒരു തലമുറയുടെ ശരീരത്തിനകത്ത് മരണകരമായ ഒരു അസുഖം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന ഒരു ആമേൻ ആ സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ അവിടെ വളരെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രക്തസ്രാവക്കാരിയെ സ്ത്രീയെ സൗഖ്യമാക്കുന്നു. അവൾ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്നു. ശേഷം അതേ അധ്യായത്തിൽ തന്നെ യായിറോസിൻ്റെ മകൾ മരണത്തോട് മല്ലടിക്കുന്നു. ഇത്യാദി കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്ത് വളരെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി അതിൻ്റെ പ്രധാനപ്പെട്ട ചില ദൂതുകൾ മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി മുൻപിലോട്ട് പോകുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ആരും അതരമടച്ചിരിക്കരുത്. ഇന്ന് രാത്രി അതരം തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് ആമേൻ അവൻ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈ വച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കുന്ന നമസ്കരിക്കുന്ന നിന്റെ കൈ എൻ്റെ മകളുടെ ശരീരത്തിലേക്കൊന്ന് വന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഈ പകലിൽ അത്ഭുതം നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കാത്ത ഒരു കാര്യം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൂത് പറഞ്ഞു, ആലോചന പറഞ്ഞു, വചനം വ്യക്തമായി കേട്ടു, എങ്കിലും വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് പലതും നടക്കാത്തത്. എന്നാൽ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ഒരു നേരം പോക്കിന് വേണ്ടി അല്ല നമ്മൾ ഈ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ദൈവപൈതലേ, നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാടും പല വീടുകൾക്കകത്തും പല ഒച്ചപ്പാടുകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ദൈവസന്നിധിയിലാണെങ്കിൽ നിന്റെ കുടുംബത്തിലെ ആരവാരത്തെ മാറ്റാൻ ഒരുത്തൻ ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്തേക്ക് കടന്നു വരാൻ പോകുക. ഒരാരവാരം, മനുഷ്യർ അവിടെ ഒരു ഭയങ്കര ബഹളമാണ്. ഒരു ഭയങ്കര കരച്ചിൽ നടക്കുന്നു. അവിടെ വന്നവരും പോയവരും എല്ലാം നോക്കി കരയുന്നു എന്ന് പറഞ്ഞാൽ ഈ 12 വയസ്സായി ഈ മകളുണ്ടല്ലോ, ആ ദേശത്തിലെ ആമേൻ സ്തോത്രം എല്ലാവരുടെ കണ്ണിലും ഒരു നിറഞ്ഞു നിന്നൊരു കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവൾ ഒരു പ്രമാണിയുടെ മകളാണ്. ഒന്നിനും കുറവില്ല, എല്ലാത്തിനും എല്ലാം ഉണ്ട്. പക്ഷേ അവൾക്കൊരു പ്രത്യേക ആമേൻ സ്തോത്രം ഒരു സ്നേഹം എല്ലാവരോടും ഉണ്ട്. എല്ലാവരെയും കാണുമ്പോൾ ബഹുമാനിക്കും, റെസ്പെക്റ്റ് ചെയ്യും, എല്ലാവരോടും വന്ദനം ചെയ്യും.
പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടും അവൾ സംസാരിക്കുന്ന കുഞ്ഞായിരുന്നു. ഒരു നിമിഷം ആമേൻ സ്തോത്രം എല്ലാവരും ഇത് ആമേൻ ഓർത്ത് കരഞ്ഞ് വിലപിച്ച് ആ ദേശം മുഴുവനും ആമേൻ സ്തോത്രം കണ്ണീര് കൊണ്ട് നിറയപ്പെടുന്ന ഒരു ദേശത്തേക്ക് യേശുവിനെ ക്ഷണിക്കുകയാ. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപൈതലേ, നിന്റെ കുടുംബത്തിലേക്ക് നീ യേശുവിനെ ക്ഷണിക്കുകയാണെങ്കിൽ, നിന്റെ വിഷയത്തിലേക്ക് എൻ്റെ യേശുവിനെ ഇന്ന് രാത്രി നീ ക്ഷണിക്കുന്ന ദൈവദാസനാണെങ്കിൽ, ഈ രാത്രി നിന്റെ കുടുംബത്തിലെ ആരവാരത്തെ മാറ്റുന്ന ഒരു യേശു നടന്ന് കയറാൻ പോകുകയാ. അവൻ കുതിരപ്പുറത്തല്ല വരുന്നത്, അവൻ വലിയ വാഹനത്തിലല്ല വരുന്നത്. വാഹനം എത്താത്തടുത്ത് അല്ലെങ്കിൽ വാഹനം എത്തുന്നടുത്ത് വാഹനത്തിലെ വരുവെന്ന് പറയുന്ന ദൈവമല്ല. എൻ്റെ കർത്താവ് നീ ഒന്ന് വിളിച്ചാൽ, നീ ഒന്ന് ക്ഷണിച്ചാൽ, നിന്റെ അതരം ഒന്ന് ചലിച്ചാൽ, ഈ രാത്രി നിന്റെ പ്രതിസന്ധികൾക്ക്, നിന്റെ കണ്ണുനീരുകൾക്ക് വിരാമം തരുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ പോകുകയാ. വായിച്ചു നോക്കിക്കേ, ആമേ സ്തോത്രം. ആമേ മാർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യവും മുതൽ 24 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് വായിക്കാമോ? മാർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വേദാംശം മുതൽ 24-ാമത്തെ വേദാംശം വരെ ഒന്ന് ചിന്തിച്ചേ, ഒന്ന് വായിച്ചേ. പള്ളിപ്രവാചകൻ എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോട് കൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, പള്ളിപ്രമാണികളുടെ ഒരു പുരുഷൻ യേശുവിന്റെ അടുക്കൽ കാൽക്കൽ വന്ന് വീണു. പ്രൈസ് ദി ലോർഡ്. അവന്റെ പേരെന്നറിയാമോ? യായിറോസ് എന്നാണ് അവന്റെ പേര്. ആമേൻ. ഒരുത്തൻ വന്ന് അവനെ കണ്ടു കാൽക്കൽ വീണുകയാണ്. സ്തോത്രം. എൻ്റെ കുഞ്ഞു മകൾ എന്താണ്? ആമേൻ. അവൾ തീരാറായി, മരിക്കാറായി, അത്യാസന നിലയിലായി. എല്ലാവരും കൈവിട്ടു. വൈദ്യശാസ്ത്രം, ഡോക്ടർമാർ എല്ലാവരും കൈവിട്ടിരിക്കുകയാ. എന്നാൽ എനിക്കൊരു വിശ്വാസമുണ്ട്, നീ ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞിൻ്റെ പുറത്ത് കൈവച്ചു കഴിഞ്ഞാൽ അവൾ ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പറയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വലിയൊരു ഗ്രൂപ്പ് എല്ലായിടത്തും കൊണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിനകത്ത്, ഈ മീറ്റിങ്ങിനകത്തായിരിക്കുന്ന നിന്റെ കുടുംബത്തിൽ ശബ്ദം മുഴങ്ങുമ്പോൾ ചുറ്റുപാടും നിന്നെ ദുഷിക്കുകയായിരിക്കാം, ചുറ്റുപാടും നിന്നെ എങ്ങനെ വീഴ്ത്താമെന്ന് നോക്കുകയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഉണ്ടല്ലോ, നിന്നെ വീഴ്ത്താൻ ആരൊക്കെ ശ്രമിച്ചാലും ആമേൻ, എൻ്റെ കർത്താവ് ഉണ്ടല്ലോ നിന്റെ കുടുംബത്തിനകത്ത്, ആ ഡോറിനകത്ത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം മുഴങ്ങുകയാ. എന്തിനേറെ, നിനക്ക് നിന്റെ പിതാക്കന്മാർ ആമേ സ്തോത്രം ആമേ കോമ്പൗണ്ട് തിരിച്ച് 4 മുക്കിലും 4 കല്ലിട്ട് തിരിച്ച് ബൗണ്ടറി തിരിച്ചിരിക്കുന്ന ആ അതിരിനകത്ത് മരണത്തിന് അവകാശമില്ല. മരിക്കുമ്പോൾ ആമേ സ്തോത്ര മരിച്ചു എന്ന് കാണുന്ന ചില വ്യക്തികൾ കരയുമ്പോഴും യേശു പറയുന്നത് ഇങ്ങനെയാ, നീ വിശ്വസിച്ചാൽ. ഓ റിബലബ സംഭവരാജകൾ കനാദി. യായിറോസേ, നീ വിശ്വസിച്ചാൽ നീ ഒരു പള്ളി പ്രമാണിയായിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ നീ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആർക്കും നിന്നെ വേണ്ടാത്തവനായിരിക്കുക. പക്ഷേ ഇന്ന് രാത്രി നീ ഒന്ന് വിശ്വസിച്ചാൽ നിന്റെ കൂടെ വരാൻ ആരുമില്ലാതിരിക്കുക. പക്ഷെ നീ ഇന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ. ഈ രാത്രി നോക്കിക്കേ, അതിന് 35-ാമത്തെ വാക്യം മുതൽ ആമേ സ്തോത്രം 43 വരെയുള്ള വാക്യങ്ങൾ, ആമേ 5-35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അടുത്തൊരു ദൂതിങ്ങനെ പറയുക. വായിച്ച 35 മുതൽ 45 ആമേൻ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. സ്തോത്രം. തന്നെ പള്ളിപ്രമാണ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തുന്നത് എന്തിനാ എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഒരു വാക്ക് പ്ലീസ്. ആമേൻ. നീ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് ആരോട് പറഞ്ഞു? നീ വിശ്വസിക്കുക. നിന്റെ വീട്ടിൽ മിറക്കൽ സംഭവിക്കും. നീ വിശ്വസിക്കുക. കണ്ണീരോടെ വിതയ്ക്കുന്നവരെന്ത് ചെയ്യും? ആർപ്പോടെ കൊയ്യും. ഈ രാത്രി നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്ഭുതം സംഭവിക്കാൻ പോകുകയാ നിന്റെ കുടുംബത്തിനകത്ത്. ആമേൻ. ഒരു അത്ഭുതം. യേശു എന്താ പറഞ്ഞത്? ആമേൻ സൂത്രം. യേശു വാക്ക് കേട്ടു, കാര്യമാക്കണ്ട. ഇന്ന് രാത്രി വൈദ്യശാസ്ത്രം പറയുന്നത് കേട്ട് കാര്യമാക്കണ്ട.
ലോകം പറയുന്നത് കേട്ട് കാര്യമാക്കണ്ട. ഈ ലോകത്തിലെ സ്തോത്രം മെഡിക്കൽ ഇത്തിസ് പറയുന്ന കേട്ട് നീ കാര്യമാക്കണ്ട. ഈ ലോകത്തിലെ സർട്ടിഫിക്കറ്റ് നീ കാര്യമാക്കണ്ട. എന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു മിറക്കൽ സംഭവിക്കും. അത് ലോകം അറിയാൻ പോകുകയായി. ഐറോസേ, നിന്റെ കുഞ്ഞ് മടങ്ങി വരുമെന്ന് നീ വിശ്വസിക്ക്. നിന്റെ കുഞ്ഞിന്റെ പുറത്ത് ഒരു മിറക്കൽ വരുമെന്ന് വിശ്വസിക്ക്. നിന്റെ കുഞ്ഞിന്റെ സ്തോത്ര ശരീരത്തിൽ ഇന്ന് രാത്രി ആത്മാവ് മടങ്ങി വരുമെന്ന് വിശ്വസിക്ക്. നിന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി ആ മരണത്തിന്റെ ആത്മാവിനെ തുടച്ചു മാറ്റുമെന്ന് നീ വിശ്വസിക്ക്. ഇന്ന് രാത്രി നിന്റെ ഉപജീവന വഴിയിൽ തടകൾ മാറുമെന്ന് വിശ്വസിക്ക്. നിന്റെ കുടുംബജീവിതത്തിൽ അലസതകൾ മാറുമെന്ന് വിശ്വസിക്ക്. നിന്റെ ആത്മീക മണ്ഡലത്തിൽ ഇന്ന് രാത്രി വിശാലത ഉണ്ടെന്ന് നീ വിശ്വസിക്ക്. ചില വഴികൾ തുറക്കുമെന്ന് വിശ്വസിക്ക്. നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടുമെന്ന് നീ വിശ്വസിക്ക്. ആരെന്ത് പറഞ്ഞാലും ആര് മുദ്ര വച്ചാലും അത് സംഭവിക്കുമെന്ന് വിശ്വസിക്ക്. ഇന്ന് രാത്രി ഒഴിഞ്ഞിരിക്കുന്നത് നിറയ്ക്കുമെന്ന് നീ വിശ്വസിക്ക്. ഈ രാത്രി അത്ഭുതങ്ങളെ ചെയ്യും ദൈവം പറയുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ചിലത് സംഭവിക്കാൻ പോകുകയാ. നിന്റെ അതിരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ മരിച്ചവൻ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്ക്. തെരുവിൽ നീ പ്രസംഗിക്കുമ്പോൾ കേട്ടുകൊണ്ട് പോകുന്ന ചിരിച്ചുകൊണ്ട് പോകും. പക്ഷേ നീ വിതറുന്ന വിത്തുണ്ടല്ലോ, ഒരു നാൾ തിരിച്ചു മടങ്ങി വരും. അത് നിന്റെ കാര്യസാധ്യത്തോടുകൂടി മടങ്ങി വരുന്ന നാഴിക വിദൂരമല്ല. ഇന്നേക്ക് നീ വർഷങ്ങളായി പ്രാർത്ഥിച്ച വിഷയമേ ആയിരിക്കാം. പക്ഷെ നീ കരഞ്ഞ വിഷയമായിരിക്കാം. വാരി വിതറിയ വിത്തുകളായിരിക്കാം. അതൊരു രോഗോപശാന്തിയോടെ ഇന്ന് രാത്രി സൂര്യനെ കണ്ടുരുകുന്ന മഞ്ഞുമല പോലെ ഉരുകി മാറുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വീശിയടിക്കുന്ന കാറ്റ് പോലെ, ഹെർമോൻ മലയുടെ മഞ്ഞ് പോലെ, പാതാള ഗോപുരങ്ങൾ ഇന്ന് രാത്രി തോറ്റ് പിന്മാറുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ രാത്രി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നിന്റെ ചിന്താഗതി പല മേഖലയിലായിരിക്കുമ്പോൾ തന്നെ ചില കോമ്പൗണ്ടുകൾ ഇന്ന് രാത്രി എൻകൗണ്ടർ ചെയ്യുകയാണ്. നിന്റെ കോമ്പൗണ്ടിനകത്ത് ശത്രുവിനെ ഇന്ന് രാത്രി കയറ്റാതെ നിന്റെ കോമ്പൗണ്ടിനെ കർത്താവ് എൻകൗണ്ടർ ചെയ്യുക. ആമേൻ. മുദ്രയിടുന്ന ദൈവമാണ്. നിന്റെ കുടുംബത്തിനകത്ത് മുദ്ര വരുന്ന പതിപ്പിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ശബനവരഗതന വൈഡകരാജകൽക്കനാദി. രണ്ട് കൈ കൊണ്ടുവന്നവർ ആ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ആ കുടുംബ വീടെല്ലാം മുഴങ്ങട്ടെ. നിങ്ങളിരിക്കുന്ന ഹോൾ മുഴങ്ങട്ടെ. സ്വതന്ത്ര കൂടപത്ര ശക്തികൾ, മന്ത്രങ്ങൾ, കെട്ടുകൾ, പോരുകൾ, കുഴിച്ചിട്ട ആഭിചാര മണ്ഡലങ്ങൾ നിന്റെ ഭൂമിക്കെതിരെ, തലമുറയ്ക്കെതിരെ, വാഴ്ത്തത്വങ്ങൾക്കെതിരെ, നിന്റെ ഉദരബലത്തിന് നേരെ പൊങ്ങുന്ന ശത്രുവിന്റെ എതിരുകൾ ഇന്ന് രാത്രി പരാജയപ്പെടട്ടെ. കരങ്ങളെ വീശി അടിച്ച് ഒരാരാധന വെളിപ്പെടട്ടെ കുടുംബത്തിനകത്ത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആരാധിക്കാൻ കഴിയും? നിങ്ങളിരിക്കുന്ന ഒരു മീഡിയയുടെ മുമ്പിലല്ല. ഉടബൽഖബനബരഗതുനി, നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ശക്തി വെളിപ്പെടുക എന്ന് രാത്രി. നീ പാർക്കുന്ന ഭവനം നിനക്ക് അനുയോജ്യമല്ല എന്ന് പലരും പറയും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ വ്യാപരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നരിയാണി മുതൽ നെറുക വരെ, നെറുക മുതൽ നരിയാണി വരെ ഒരു അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില രോഗത്തിന്റെ വ്യക്തികളെ ആകാശത്തിലെ പറവകൾ കൊത്തിപ്പറക്കുമെങ്കിൽ കഴുകൻ വട്ടമിട്ട് പറഞ്ഞ് ഇന്ന് രാത്രി രോഗത്തിന്റെ വിത്തുകളെ ശത്രു വിതച്ചതിനെ കൊയ്തെടുക്കുന്ന അല്ലെങ്കിൽ കൊത്തിപ്പുറക്കിയെടുക്കുന്ന ദൈവം ഇന്ന് രാത്രി പരാജയമെന്ന് ശത്രു പറയുമ്പോൾ, കർത്താവ് ഇന്ന് രാത്രി വിജയമെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇതുപോലെ ആരാധന. എനിക്ക് ഈ ആരാധന എബറ്റിനകത്ത് മുഴങ്ങുന്ന രാത്രി എത്രേ. ഞാൻ ഇരിക്കുന്ന ഈ റൂമിനകത്ത്, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിനകത്ത്, ചർച്ചിനകത്ത്, നിങ്ങൾ ഇരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് നിങ്ങളെ ആരാധിക്കാൻ വിട്ടുകൊടുക്കാതെ വിളിച്ചു വലിക്കുന്ന ചില ഭിന്നതയുടെ ശക്തികളെ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റി ആരാധിക്ക്. നിന്റെ ജീവിതത്തിനകത്തൊരു മിറക്കൽ സംഭവിക്കട്ടെ. ശബരപരഗതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ രാത്രി മൗനമായിരിക്കരുത്. വായകളെ തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി കേട്ടോ. ഒരുത്തൻ പറയുന്നു, നീ വിശ്വസിച്ചാൽ മതി. 35, 37, 38 പറയുന്നു, പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. ഗ്ലോറി. ഹല്ലേലൂയ. എന്തു നൈബ് ഓഫ് ജീസസ്. മറ്റാരും തന്നോട് കൂടെ ഇന്ന് രാത്രി കൃപാവരവുള്ളവനെ കൊണ്ടുപോ. നിന്റെ കൂടെ കൂട്ടാൻ കൃപാവരവുള്ളവനായിരിക്കട്ടെ. അനാവശ്യമായ ഫോൺ കോളിൽ കട്ടി. ദൈവകൃപയുള്ളവനെ മാത്രം നീ എടുക്ക്. ദൈവകൃപയുള്ളവന്റെ കൂടെ ചേർന്നടക്ക്. ഏലിയാവിന്റെ കൂടെ എലിശ നടന്നതുപോലെ ഇന്ന് രാത്രി യേശുവിന്റെ കൂടെ നടക്കാൻ പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ ഇന്ന് രാത്രി മുമ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹാനോക്ക് നടന്നു യേശുവിന്റെ കൂടെ. കർത്താവ് പിതാവായ യഹോവയായ
ദൈവത്തിന്റെ പിന്നാലെ ചേർന്ന് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. ദൈവത്തോട് കൂടെ നടന്നു. ഇന്ന് രാത്രി യേശുവിന്റെ കൂടെ നടക്കാൻ പത്രോസ്, യാക്കോബിന്റെ സഹോദരനായിരിക്കുന്ന യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. തീർന്നില്ല. 38 പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരച്ചിലും ചെയ്യുന്നവരെയും കണ്ടു. ഉടബലബല റിബലബ ശംഭവരാജകൽക്കനാദി പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്നത് പോലെ, കരയാൻ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്നത് പോലെ ആ പട്ടണം ഇളകി മറിയുമാറ് 12 വർഷമായ പട്ടണത്തെ അടക്കി വാഴുന്ന ഒരു ഭൂതത്തിന്റെ ശക്തി, 12 വർഷമായ ദേശത്തെ അടക്കി വാഴുന്ന പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി അതിനെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാ. അതിനെ എൻകൗണ്ടർ ചെയ്യാൻ പോകുകയാ. നിന്റെ ദേശത്തിലെ അടക്കി വാഴുന്ന ഒരു ദ്വീപ് പോലെ അടക്കി വാഴ്ന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് പൈശാചിക മണ്ഡലങ്ങൾ, അല്ല ഇസബേലിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപ് ചില ഇസബേലിന്റെ മണ്ഡലങ്ങൾ ദേശത്ത് നിന്ന് ഇന്ന് രാത്രി പറിച്ചു മാറ്റാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവവേദലുണ്ടെങ്കിൽ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല അബ്രഹാമേ, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ഈ പട്ടണം നശിപ്പിക്കത്തില്ല. 10 പേര് പാപികളാ, ഞാൻ ഒരു നീതിമാൻ നശിപ്പിക്കുമോ? ഇല്ല. 20 പേര് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇല്ല. 50 പേര് ഒറ്റയ്ക്കേ ഉള്ളൂ. ഇല്ലെന്നേ. 50 തുടങ്ങി 10 വന്നു, 10 തുടങ്ങി ബിഗ് 0 വന്നിട്ട് പറയാ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നീതിമാനായ ഒറ്റയ്ക്കേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നവനായി ഒറ്റയ്ക്കേ ഉള്ളൂ, മുഴങ്കാലിരിക്കുന്നവനായി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നശിപ്പിക്കുമോ? ഇല്ല. പ്രോമിസ്. നശിപ്പിക്കില്ല. എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, ഞാൻ ഈ ദേശത്തിലെ കാവൽക്കാരനാ? ഹല്ലേലൂയ. ഞാൻ ഈ ദേശത്തിലെ കാവൽക്കാരിയാ. പറയാൻ കഴിയുമോ? അയ്യോ പാസ്റ്ററെ, നിങ്ങൾക്ക് പറയാ ഞാൻ പ്രാർത്ഥിക്കുന്നതോറും പ്രതികൂലമാ. അടാ, നീ ഇരിക്കുന്നത് എവിടെയെന്നറിയാമോ? കളിക്കളത്തിലല്ല, ഇത് പോർക്കളമാ. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ ഇത് പോർക്കളമാ കേട്ടോ. പ്രാർത്ഥിക്കുന്നതോറും ശത്രു അകത്തേക്ക് കയറും. ആമേൻ. നീ എത്രത്തോളം പ്രാർത്ഥിക്കുമോ അത്രത്തോളം ശത്രു അകത്ത് കയറും. ഹല്ലേലൂയ. എത്രത്തോളം മധ്യസ്ഥ അണയ്ക്കുമോ, എത്രത്തോളം ഇടിവിൽ നിൽക്കുമോ അത്രത്തോളം ശത്രു അകത്ത് കയറും. എന്നാൽ ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയാം, വചനത്തിൽ നിന്ന് ദൈവാത്മാവ് പറയുന്നു, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി ആരവാരം മാറാൻ പോകുകയാ, കരച്ചിലുകൾ മാറാൻ പോകുകയാ, നിലവിളികൾ അടയാൻ പോകുകയാ, നിലവിളിയ ശബ്ദങ്ങൾ ഇന്ന് രാത്രി നിലയ്ക്കാൻ പോകുകയാ. ഉടബലരകതുനി എന്ന് രാത്രി നിലവിളികളെ ഗുഡ് ബൈ പറയുന്ന, നിലവിളികളെ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആരെന്നറിയാമോ? അവരിന്ന് രാത്രി കടന്നു വന്നു കഴിഞ്ഞ് നോയിക്കേ. ആമേൻ. 39 വാക്യം പറയുന്നു, അകത്ത് കടന്നു. ആമേൻ. അവൻ എന്ത് ചെയ്തു? അകത്ത് കടന്നു. ആരുടെ വീട്ടിനകത്ത്? യായിറോസിന്റെ വീട്ടിനകത്ത് കടന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ കടന്നിട്ട് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? എന്താ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ? ചിലർ ചോദിക്കാറുണ്ട്, കൃപയുള്ളവർ ചോദിക്കാറുണ്ട്, എന്തിനാ കരയുന്നത്? ഇവിടെ ആരെങ്കിലും ചത്തോ പറ. നീ എന്തിനാ വെറുതെ കരയുന്നത്? ഒരു ആവശ്യമില്ല കാര്യം. എന്തിനാ ചത്തോ ആരെങ്കിലും? അപ്പോൾ ഇരിക്കുന്നവരെന്ന് പറയും, ഓ ഒന്നുമില്ല കേട്ടോ, വെറുതെ കരയാണ്, എന്തോ കുഴപ്പമുണ്ട്. വെറുതെ കരയാൻ എന്തോ കുഴപ്പമുണ്ട്? ഒരു ആവശ്യത്തിന് കരഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ. ആമേൻ. 39 വാക്യം കണ്ടോ? ആമേൻ. സ്തോത്രം. കരഞ്ഞ്. ആമേൻ. ആരവാരവും കരച്ചിലും എന്തിന്? ഇന്ന് രാത്രി എന്തിനാ കരച്ചില്? കരയുന്ന എന്തിനാ? നിന്റെ വിഷയത്തിന് ഇന്ന് രാത്രി മറുപടിയല്ലേ? എന്തിനാ കരയുന്നത്? നിന്റെ കരച്ചിൽ കാണുന്നത് നോക്കിക്കേ. അടുത്ത് പറയുന്നത്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങിയത്രേ എന്ന് അവരോട് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അവരോ അവനെ പരിഹസിച്ചു. എന്ന് രാത്രി പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കണ്ട. ആമേൻ. നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിന്നെ പരിഹസിക്കും. ആമേൻ. നിന്റെ ആരാധന കേൾക്കുമ്പോൾ അവർ നിന്നെ പരിഹസിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ പരിഹാസ നിമിത്തം നീ ആരാധന വേണ്ടാന്ന് വെക്കുകയാണോ? പരിഹാസ നിമിത്തം നീ പ്രാർത്ഥന വേണ്ടെന്ന് വെക്കുകയാണോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. സോറി. പിന്നെ എന്തിനാ യാക്കോബ് പറയുന്നത്? ആമേൻ. യാക്കോബ് എന്തിനാ പറയുന്നത്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി ആമേൻ തെളിഞ്ഞ ശേഷം ദൈവം അവന് എന്ത് ചെയ്യും? ഒരു കിരീടം വച്ചു കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെല്ലാം പരീക്ഷ എഴുതുന്നവരാണ്. സ്തോത്രം. നിങ്ങൾ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ്.
ഞാനിങ്ങനെ പറയാറുണ്ട്, പഠിച്ചവർക്ക് ഈസി, പഠിക്കാത്തവർക്കോ ഹല്ലേലൂയ. പഠിച്ചവർക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സിംഹത്തിന്റെ കയ്യിൽ ഒരു മുയൽക്കുട്ടി കിട്ടും പോലെയാ. സ്തോത്രം. പഠിക്കാത്തവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്തോ ഒരു പൂമാലയാ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ഇന്ന് രാത്രി നിനക്ക് തരാൻ വച്ചിരിക്കുന്ന ജീവകിരീടത്തിന്റെ ഒരു മുത്തുപോലും കുറയാതെ തരുമെന്ന്. അതാ ഇവിടെ പറഞ്ഞെന്നറിയാമോ? എന്തിനാ നിങ്ങൾ പരിഹസിക്കുന്നത്? ആരെയാ പരിഹസിക്കുന്നറിയാമോ? യേശുവിനെയാ. യേശുവിനെ പബ്ലിക്ക് പരിഹസിച്ചെങ്കിൽ നിന്നെ എന്നെയും പബ്ലിക്ക് വലിച്ചു കീറും. പ്രൈസ് ദി ലോർഡ് പറ. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. വചനമാ പറയുന്നത്, പബ്ലിക്ക് യേശുവിനെ പരിഹസിച്ചു, യേശുവിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തു, യേശുവിന്റെ സ്തോത്രം ദൈവത്വത്തെ ചോദ്യം ചെയ്തു, മനുഷ്യത്വത്തെ ചോദ്യം ചെയ്തു. 100% യേശു മനുഷ്യനാണ്, 100% യേശു ദൈവമാണ്. രണ്ട് ഭാഗത്തും നിന്നും ചോദ്യം ചെയ്യുന്നു. ഒരു ആരവാരം മുഴങ്ങുന്നു. കരയാൻ സ്തോത്രം ഒരു കൂട്ടം പേര്, അവിടെ പരിഹസിക്കാൻ ഒരു കൂട്ടം പേര്, നിന്ദിക്കാൻ ഒരു കൂട്ടം പേര്, നിന്റെ ആത്മീയത്തെ അളക്കാൻ ഒരു കൂട്ടം പേര്, നിന്റെ കൃപാവരത്തെ അളക്കാൻ ഒരു കൂട്ടം പേര്, നിന്റെ വ്യക്തിപര ജീവിതത്തെ അളക്കാൻ ഒരു കൂട്ടം പേര്, നിന്നെ ദുഷിക്കാൻ വേറൊരു പേച്ച്, നിന്നെ മാറ്റി നിർത്തി പഴിക്കാൻ വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ ഗ്രൂപ്പായി തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ആ ഗ്രൂപ്പിനെ നോക്കി പറയുന്നു, എടാ നീ ഇതുവരെ കാണാത്തത് ഇവിടെ നീ കാണാൻ പോകുകയാ. ഇതുവരെ നീ ദർശിക്കാത്ത ദർശനം ഇവിടെ ദർശിക്കാൻ പോകുകയാ. നിന്റെ കണ്ണിന്ന് രാത്രി തുറക്കാൻ പോകുകയാ. നീ ഇതുവരെ കണ്ടത് തന്നെയല്ല കാണാൻ പോകുന്നത്. ഇന്നലെ വരെ കാണാത്തത് ഇന്ന് രാത്രി നീ കാണാൻ പോകുകയാ. ഇതുവരെ കാണാത്തത് ഈ പട്ടണം കാണാൻ പോകുകയാ. യായിറോസെ, നീ മാത്രമല്ല, ഈ കുടുംബം കാണാൻ പോകുകയാ. നിന്റെ കൺപോളകൾ നനയാൻ പോകുകയാ. അത് സന്തോഷത്തിന് നനവായിരിക്കും. നീ ദുഃഖത്താൽ ഇനി കരയത്തില്ല. നിന്റെ ദുഃഖം ഇന്ന് രാത്രി മാറാൻ പോകുകയാ. നിന്റെ നിന്നയുടെ ദുഃഖം മാറാൻ പോകുകയാ. നിന്നെ ഉരുട്ടി മാറ്റാൻ പോകുകയാ. നിന്നെ ശല്യപ്പെടുത്തുന്ന വ്യക്തികൾ, നിന്നെ പരിഹസിക്കുന്ന വ്യക്തികൾ, നിന്റെ കൃപാവരത്തെ കളിയാക്കുന്ന വ്യക്തികൾ, നിന്റെ അന്യഭാഷയെ കളിയാക്കുന്ന വ്യക്തികൾ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ സാട്ടങ്ങ വീഴാൻ പോകുകയാ. നിന്നൊക്കെ കിണിവെക്കുന്ന, നിന്നെ കുടിക്കാൻ നോക്കുന്ന പൈശാചിക ശക്തികള് ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തോറ്റ് തുന്നം പാടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നീ ദൈവത്തെ അറിഞ്ഞിട്ട് പരിഹാസമാണോ, വേദനയാണോ, ബുദ്ധിമുട്ടാണോ, പങ്കപ്പാടാണോ, ദുഷിക്കുകയാണോ, നിന്നെ മാറ്റി നിർത്തി പരിഹസിക്കുകയാണോ, വേറെ വേലയൊന്നുമില്ലെന്ന് ചോദിക്കുകയാണോ, നിന്റെ വാക്കുകൾക്കൊന്നും ആരും അനുസരിക്കുന്നില്ലയോ, വിഷമിക്കണ്ട കേട്ടോ. നിന്റെ വാക്കുകൾ മൂർച്ചയുള്ള അസ്ത്രങ്ങളായി ഈ നാളുകളിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് രാത്രി വിളിച്ചു പറയുന്നു. ഓമന സിസ്റ്ററെ, ദൈവാത്മാവ് നിങ്ങളോടൊന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ മൂർച്ചയുള്ള അസ്ത്രമായി ഇന്ന് രാത്രി പുറപ്പെടാൻ പോകുകയാ. കഴിഞ്ഞ നാളുകളിൽ മാറ്റി നിർത്തി നിങ്ങളെ കളിയാക്കിയവർ, മാറ്റി നിർത്തി നിങ്ങളുടെ കൃപാവരത്തെ ചോദ്യം ചെയ്തവർ, നിങ്ങളുടെ അന്യഭാഷയെ ചോദ്യം ചെയ്തവർ, നിങ്ങളുടെ ആത്മാവിനെ ചോദ്യം ചെയ്തവർ, വ്യക്തിപരമായ ജീവിതത്തെ പരിശോധിച്ചവർ, ഇന്ന് രാത്രി അവരൊക്കെ സാഷ്ടാംഗം വീഴുന്ന രാത്രി എന്ന് പറഞ്ഞാൽ സ്തുതിക്കാൻ കഴിയുമോ? കുടുംബത്തിന്റെ മേലുള്ള ശാപങ്ങളെ അഴിക്കുന്ന ഒരു നാഥൻ നടന്നകത്ത് കയറുന്നുണ്ട്. ഈ രാത്രി ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ദേശം കാണുമാറ്, കുടുംബക്കാർ ഒന്മൂലം കാണുമാറ് ഞാൻ എൻ്റെ പ്രവൃത്തിയെ കുടുംബത്തിൽ ചെയ്യാൻ പോകുന്നു. ഉടവൽക്കമനപരഗതുനി വേദപരാജകൽക്കനാദി ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ചിലർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവാത്മ പറയുന്നു, ചില ഹൃദയങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നീ കരയേണ്ട, നിർത്തിക്കോ. ഇന്ന് രാത്രി മരണത്തെ മാറ്റാൻ പോകുകയാ. ചില മരണഭാഷങ്ങൾ ഇന്ന് രാത്രി മാറുകയാ. ചില മരണഭാഷങ്ങൾ തീർന്നെന്ന് പറഞ്ഞ് മുദ്ര വച്ചതിനെ എൻബാം ചെയ്ത് ബോഡി പുറത്തെടുത്തതിനെ ഇല്ല, ശ്വസിക്കാൻ പോകുന്നു. ഇവനിപ്പോൾ ആഹാരം കഴിക്കാൻ പോകുന്നു. ഇവനിപ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്നു. എന്തിനേറെ, ഇവനിപ്പോൾ നടക്കാൻ പോകുന്നു. ഇവനിപ്പോൾ ഓടാൻ പോകുന്നു. എന്നിട്ട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തേണ്ട ദിവസം വരാൻ പോകുന്നു.
നീ നിന്നെ തന്നെ ശക്തീകരിക്കേണ്ട ദിവസം വരാൻ പോകുന്നു. നീ നിന്നെ തന്നെ ഒരുക്കേണ്ട ദിവസം വരാൻ പോകുന്നു. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഇല്ല, നിന്നെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. നിന്നെ ഒരിക്കലും പരാജയമല്ല. നിന്നെ പരാജയമെന്ന് മനുഷ്യൻ പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നീ പരാജയമല്ല. നിന്നെ ഇന്ന് രാത്രി വിടുവിക്കുന്ന, നിന്നെ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് പുറത്തെടുക്കുന്ന ഒരു നാഥൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് എണീറ്റ് പോകരുത് കേട്ടോ. അവിടെ ഇരുന്നോ. ഇന്ന് രാത്രി ഏലിയാവിനോട് പറയുക, നീ അവിടെ ഇരി, ചൂരച്ചെടി തളർന്ന് ഇരുന്നാ മതി. കാക്കയോട് ഞാൻ കൽപ്പിക്കാൻ പോകുന്നു. ശമനപരഗതുനി ദിനീഷ് ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്ത് ഇരുന്നോ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കാക്കയോട് കൽപ്പിക്കാൻ പോകുക. അപ്പോ ഇറച്ചിയും കൊണ്ടുവരാൻ ഞാൻ കൽപ്പിക്കാൻ പോകുക. നീ അവിടെ ഇരുന്നോ. ഇപ്പോൾ ഇരിക്കുന്ന ഇടത്ത് നീ ഇരുന്നോ. ഇന്ന് രാത്രി അവിടെ ദൈവം എണീക്കാൻ പറയാതെ നീ എണീക്കരുത്. നിനക്കൊരു എണീപ്പ് വരുന്നുണ്ട് പിന്നാലെ. ദൈവാത്മാവ് നിന്നോട് അറിയിക്കും. പക്ഷെ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ആമേ, കരത്തോട് കര കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു. ആമേൻ. വഴികൾ തുറക്കുന്ന, കാക്കകളെ പുറപ്പെടുവിക്കുന്ന, ആമേ, മലങ്കാക്കയെ മാനസാന്തരപ്പെടുത്തി നിനക്ക് ആഹാരം കൊണ്ടുതരാൻ ദൈവത്തിന്റെ പ്രവൃത്തി, പ്രത്യേകിച്ച് ഒരു കാക്കയെ അവിടെ അഭിഷേകം ചെയ്ത് നിർത്താൻ പോകുക. നിന്നെ പോറ്റുവാൻ, നിന്റെ ആവശ്യകതകളെ പോറ്റിയെടുക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ പോറ്റുവാൻ, നിനക്ക് ആവശ്യമായത് തരുവാൻ, നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന, നിന്റെ പ്രാണനെ ഉറപ്പിക്കുന്ന, In the name of Jesus, യേശുവിന്റെ പൈതലേ, ഈ നാളുകളിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സ്ഥിതിക്ക് വ്യത്യാസം വരാമോ. ഏലിയാവിന്റെ മേൽ വീണ ദൈവത്തിന്റെ കൃപ എന്ന് രാത്രി പ്രാപിച്ചെടുത്തോ. ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നെടുമ്പാട വീണോ. ആമേ, കർത്താവിന് വേണ്ടി അധികമായി ശോഭിക്കാൻ ഈ നാളുകൾ തീരുമാനമെടുത്തോ. ദൈവത്തിന് വേണ്ടി ആമേ നിൽക്കുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി വായകളെ തുറക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അധരധോരങ്ങളെ ഒന്ന് തുറക്കുവാൻ ഈ നാളുകൾ സമർപ്പിച്ചു കൊടുത്തു. ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ. നോക്കിക്കേ, ആമേൻ. 40-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ 40-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെ ഉള്ളവരെയും കുട്ടി കിടക്കുന്ന അടുത്തേക്ക് സ്തോത്രം ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ഇന്ന് രാത്രി ഹല്ലേലൂയ, എലിശ പറഞ്ഞതുപോലെ ഗേഹസിയെ നീ ചെന്ന് ഈ വടി കൊണ്ടുവന്ന ശൂന്യംകാരത്തിയുടെ മരിച്ചുപോയ മോന്റെ ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയുടെ പുറത്തു വയ്ക്കാൻ എണീക്കുമെന്ന് പറഞ്ഞതുപോലെ അല്ല ഇത്. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരും. കേട്ടോ, ഇവിടെ കണ്ട് ഒളിച്ചു കൊണ്ടുപോയ എല്ലാം വിടുതൽ പ്രാപിച്ചത് ആ കുട്ടിയുടെ അപ്പൻ യായിറോസ്. ആ കുട്ടിയുടെ വീട്ടിനകത്തുള്ള സകലരെയും അമ്മയെയും അകത്ത് വിളിച്ച് നിർത്തി. ശിഷ്യന്മാരായ വ്യക്തികളെ അകത്ത് വിളിച്ചു. ആരൊക്കെ? പത്രോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ, ഇവരെ കൂടെ അകത്ത് വിളിച്ചു. ഇവരെല്ലാം അകത്ത് ചെന്നു. എല്ലാവരും നിൽക്കെ അവിടെ ഒരു റോൾ അവരിച്ച് നിന്ന് ചില വ്യക്തികളെ പുറത്താക്കിയിട്ട് ഇവരകത്ത് ചെന്ന് സ്തോത്രം യേശു ഇവരെല്ലാം നിർത്തിക്കൊണ്ട് ബാല മരിച്ചു കിടന്ന കുഞ്ഞിന്റെ കൈയെ പിടിച്ചു. ഇന്ന് രാത്രി നിന്റെ കൈക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ കൈക്ക് പിടിച്ച് പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ കൈവിട്ടു എന്ന് പറയുന്നവരുടെ മുമ്പിൽ നിന്റെ കൈ പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ലിൻഡാലിറ്റി, നിന്റെ കുടുംബത്തെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി കൈക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. റിബലബ ശമനപരഗതുനി, നിന്റെ കുടുംബത്തെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ചില ഉയർപ്പിന്റെ ശക്തികൾ ഈ രാത്രി കുടുംബത്തിനകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കുട്ടിയുടെ കൈക്ക് പിടിച്ച് പുറത്തെടുത്തു. നീ എന്തിനാ കരയുന്നത്? മാതാവേ നീ കരയണ്ട, പിതാവേ നീ കരയണ്ട, നീ ഇവിടെ നിൽക്ക്. ഇന്ന് രാത്രി സ്തോത്രം അവരെ നിർത്തി സാക്ഷ്യത്തിന് വേണ്ടി കൃപാവരമുള്ളവരെ കൂടെ കൊണ്ടുചെന്ന് അടുത്ത് നിർത്തിയിരിക്കുകയാ. ഇന്ന് രാത്രി ഇലക്ഷൻ അല്ല വേണ്ടത്, സിലക്ഷനാണ്. നിന്റെ കുടുംബത്തിൽ സെലക്ഷൻ ആവേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ സെലക്ഷൻ, പരിശുദ്ധാത്മാവിന്റെ സെലക്ഷൻ ഇന്ന് രാത്രി കുടുംബങ്ങളിലേക്ക് ദൈവം അയക്കട്ടെ. ഹല്ലേലൂയ. ഒരു സാക്ഷ്യത്തിനായി ഇന്ന് രാത്രി എണീപ്പിക്കുന്ന, ദേശം അമ്പരന്ന് നിൽക്കുന്ന, കൺ ചിമ്മാതെ നോക്കി നിൽക്കുന്ന ഒരു അന്തരീക്ഷം വരാൻ പോകുന്നു. അതുരക്കടകം ഭേദപരാജകൽക്കനാദി. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ദേശം ഉറ്റുനോക്കുന്ന ഒരു ദിവസം മുമ്പിൽ വരാൻ പോകുന്നു. ഇതെങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ
ചൂടമാന ശംഭവരാജകൽക്കനാധികര ശമ്പൽക്കമനപരക നോയ്ക്ക് കൈക്ക് പിടിച്ചു. 41 വാക്യത്തിലേക്ക് ഒരു പറയുന്നു, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥമുള്ള ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഭാഷയിൽ കർത്താവ് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ആമേൻ സ്തോത്ര. ആമേ ഇന്ന് രാത്രിയിൽ അവൾ ചാടി എണീറ്റു എന്നാണ്. അവൾ എണീറ്റ് ബാല ഉടനെ എണീറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവൾ എന്ത് ചെയ്തു? എണീറ്റങ്ങ് നടക്കുകയാണ്. സ്തോത്രം പ്രൈസ്. ഇന്ന് രാത്രി യേശുപ്പച്ചൻ തരുന്ന വിടുതലുണ്ടല്ലോ, ആമേൻ സ്തോത്രം. ഒരു വൈദ്യൻ പറയുന്ന വിടുതലല്ല, ആമേൻ ഒരു ഡോക്ടർ പറയുന്ന വിടുതലല്ല, ഒരു ആമേൻ വ്യക്തി പറയുന്ന വിടുതലല്ല ഇത്. ആമേൻ ഈ ലോകം തരുന്ന വിടുതലുണ്ടല്ലോ, ആമേൻ പനി വിട്ടുമാറി, ഇനി പച്ചവെള്ളത്തിൽ കുളിക്കരുത്, ആമേൻ സ്തോത്രം. ആമേൻ തുമ്മൽ വിട്ടുമാറി, ഇനി ആമേൻ തണുത്ത വെള്ളം കുടിക്കരുത്, ചായ കുടിക്കാവൂ, ആമേൻ സ്തോത്രം. തലകീഴ് കിടക്കരുത്, നേരെ കിടന്നുറങ്ങണം, തലകണ വയ്ക്കരുത്, ആമേൻ സ്തോത്രം. ആമേൻ നടുവേദന മാറത്തില്ല. ഇതൊക്കെ പറഞ്ഞ് ഈ ആമേൻ സ്തോത്രം ആമേൻ ദേശം വിധിക്കുന്ന വിധികളെ അല്ല ഇത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറഞ്ഞെന്താന്ന് പറയും? പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അവളെ എണീപ്പിച്ചു. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, എണീറ്റ് നടക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവൾ എണീറ്റ് നടന്നു. ബാല എണീറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അത്യന്തം വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്തു? അത്യന്തം വിസ്മയിച്ചു. ഇതെങ്ങനെ സംഭവിക്കുന്നു? മരിച്ചു എന്ന് വിധി എഴുതിയവർ എഴിച്ച് നടക്കുകയാണോ? ഇന്ന് രാത്രി നടക്കാൻ പോയ ചിലത് നടക്കാൻ പോകയാ, ചിലതിൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോയ ജോബി, ചിലതിൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോയ കേട്ടോ. നീ ഒതുങ്ങിയെന്ന് പറഞ്ഞവർ നോക്കി നിൽക്കേ, നീ നടക്കാൻ പോകയാ. സ്തോത്രം. നിന്നെ ഒതുക്കിയെന്ന് പറഞ്ഞവർ നോക്കി നിൽക്കേ, നീ നടക്കാൻ പോകയാ. ഹല്ലേലൂയ. ദേശം വിട്ട് പോകുമെന്ന് പറഞ്ഞ് ചിലർ നോക്കിയിരിക്കുമ്പോൾ ഇല്ല, ദേശത്ത് ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകയാ. ഹല്ലേലൂയ. പക്ഷേ ദൈവാത്മ പറയുന്നത്, നീ ഒരു തീരുമാനത്തോടെ മടങ്ങി വന്നാൽ ദൈവത്തിന് നിന്നെ പുറത്തെടുക്കേണ്ട സമയം വിദൂരമല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ സ്നേഹമുണ്ട്, ദൈവത്തിന് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി മറന്നു പോകരുത്, നിന്നെ നടത്തിക്കുന്നൊരു ദൈവമുണ്ട്. നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ നടക്കാൻ പോയ ജോബി, 2025 കഴിയും മുമ്പേ നിന്റെ ചില വിഷയത്തിന്, നിന്റെ ഭാവി വിഷയത്തിന് ദൈവം നടത്തിക്കാൻ പോകയാ. ശമനപരകതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. നീ ഒതുങ്ങിപ്പോയി. ഇനി അവൻ ബ്രൗൺ ഷുഗറിനോ മത്സ്യവാരിക്കോ പട്ടച്ചാരായത്തിനോ ലഹരിക്കോ കഞ്ചാവിനോ മയക്കുമരുന്നിനോ അടിമയായി ഭൂമിയിൽ ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞ് വിധി എഴുതിയവരുടെ മുൻപിൽ നിന്നെ ചടകുടഞ്ഞെണീപ്പിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞ് എണീക്ക. ഇന്ന് രാത്രി എണീക്ക. പ്രൈസ് ദി ലോർഡ്. എണീക്ക. ഹല്ലേലൂയ. സ്തോത്രം. എണീക്ക. ഇന്ന് രാത്രി എണീക്ക. ദൈവദാസനെ എണീക്ക. ഇന്ന് രാത്രി ദൈവദാസനെ ഒന്ന് എണീക്ക. ഈ രാത്രി നീ ഒന്ന് എണീറ്റാൽ നിന്റെ കുടുംബത്തിനകത്ത് നീ ഒന്ന് എണീക്ക. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് എണീക്ക. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. എണീക്ക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവമഹത്വം വെളിപ്പെടാൻ പോകുക. നിന്നെ എണീപ്പിക്കുന്ന, നിന്നെ സ്തോത്രം ആദരിക്കുന്ന, നിന്നെ മാനിക്കുന്ന, ദേശത്തിൽ മാത്രമല്ല കേട്ടോ, നിന്റെ പട്ടണത്തിൽ മാത്രമല്ല കേട്ടോ, ചില ഇടങ്ങളിൽ നിന്ന് സമയം മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രി കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അന്യഭാഷയിൽ ആരാധിക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ടെന്ന് രാത്രി? ഹല്ലേലൂയ. അത്ഭുതങ്ങളെ മാത്രം ചെയ്യുന്ന ദൈവമാണെങ്കിലും ചേർത്ത് പിടിച്ച് കണ്ണീര് തുടയ്ക്കുന്ന ദൈവമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണീര് തുടയ്ക്കുന്ന ദൈവം. അടുത്ത് നോക്കിയേ, 43 വാക്യം പറയുന്ന, ഇത് ആരോടും എന്ത് ചെയ്യരുത്, അറിയിക്കരുത് എന്ന് അവൻ അവരോട് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഏറി ഒന്ന് കൽപ്പിച്ചു. ആമേൻ. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്തു വേണ്ടത് ഭക്ഷണമാണ്.
വിടുതൽ. എത്രയോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, മണിക്കൂറുകളായി ഭക്ഷണം കഴിച്ചിട്ട്, അവൾക്ക് ഭക്ഷണം കൊടുക്ക്. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് ഭക്ഷണം കൊടുക്ക്. ആമേ, ഇന്ന് രാത്രി ആമേ, നിറഞ്ഞൊഴുകുന്ന കൺപോളകളെ കണ്ട് കർത്താവ് പറയുക, നിനക്ക് ഭക്ഷണം തരാൻ എൻ്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കാൻ പോകുക. സ്തോത്രം. നീ ഇഷ്ടമുള്ള ഭക്ഷണത്തിന് വേണ്ടി നാളുകളായി കാത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിനക്കൊരു ഭക്ഷണ പൊതിയുമായി നിന്റെ അടുത്ത് കർത്താവ് കയറി വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇഷ്ടമുള്ള ഭക്ഷണത്തിന് വേണ്ടി നീ നാളുകളായി കാത്തിരിക്കുകയാണോ? ഇഷ്ടമുള്ള യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? നിനക്ക് വേണ്ടി ആമേ സ്തോത്രം, യാത്രാ ടിക്കറ്റുമായി നിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. യാത്രാ ടിക്കറ്റ് മാത്രമല്ല, ഭക്ഷണ പൊതിയുമായി നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി കാണുന്നുവോ? ആമേൻ. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, നിനക്ക് അസാധ്യമെന്ന് നീ പറയുന്ന പലതും ഇന്ന് രാത്രി ദൈവം സാധ്യമാക്കാൻ പോകുകയാണ്. ആമേൻ. യായിറോസ്, നീ പറയും നടക്കില്ല എന്ന്, എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നത് നടക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. നിനക്ക് നടക്കില്ല, ഈ മാസം ചിലത് നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ നിന്റെ മനസ്സ് പറയും നടക്കത്തില്ല എന്ന്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, അത് നടക്കാൻ പോകുക. ആമേൻ. സ്തോത്രം. ഓമന സിസ്റ്ററെ, നിങ്ങളുടെ മകൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് നടക്കാൻ പോകുക. കേട്ടോ, പ്രതിസന്ധികൾ അനവധിയുണ്ട്. പക്ഷേ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് കയറുമെങ്കിൽ ദൈവം ചിലത് ഓപ്പണാക്കാൻ പോകുക. ഹല്ലേലൂയ. പ്രതിസന്ധികൾക്ക് അപ്പുറത്ത് ആമേൻ സ്തോത്രം, നീരൊഴുക്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ ഇന്ന് രാത്രി പറ, ആ നീരൊഴുക്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. പരുക്കനായി കിടക്കുന്നിടത്തും ആമേൻ അബ്രഹാമിന് വേണ്ടി 100 മേനി കൊയ്തെടുക്കുവാൻ കർത്താവ് പറഞ്ഞെങ്കിൽ, അബ്രഹാമിന് ശേഷം തൻ്റെ മകനായ ഇസ്ഹാക്ക് 100 മേനിയല്ല കൊയ്തത്, അത് മേലെ തമ്പുരാൻ തലമുറയിൽ കൂടെ കൊയ്തെടുക്കാൻ ആമേ കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന റീബന ശംഭവ രികൽക്കന വൈഡമാന ശംധരാജ വൈഡക്കടകം വേദപരാജ കൽക്കനാദി യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു അധ്യായത്തിലേക്ക് കടന്നു വരാൻ പോകുക. ആമേ. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം, അതിന്റെ 41-42. ആമേ. പ്രൈസ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം, അതിന്റെ 41-42. ആമേൻ. വായിച്ചാട്ടെ. 41-42. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. സ്തോത്രം. നിന്റെ വീട്ടിലേക്ക് വരാൻ, യായിറോസ്, നിന്റെ വീട്ടിലേക്ക് വരാൻ കർത്താവ് റെഡിയായി നിൽക്കുക, പക്ഷെ വിടുന്നില്ല. ചില തിക്കലും തിള്ളലും കർത്താവിൻ്റെ ശുശ്രൂഷയെ, നിന്റെ വീട്ടിൽ വരേണ്ട ചില ശുശ്രൂഷകൾ ആമേ തിക്കിലും തിരക്കിലും പെട്ട് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുകയായി. റോസേ, എനിക്ക് നിന്റെ വീട്ടിലേക്ക് കടന്നു വരുവാനുണ്ട്, പക്ഷെ ചില 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 തിക്കലുകൾ, ഉടമാരവൽക്കന വൈശ്വമനാരകൾ പ്രൗഢമരക്ഷ, കുടുംബത്തിനകത്തുള്ള ചില തിക്കലുകൾ, വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഞെരുക്കങ്ങൾ, ഇന്ന് രാത്രി കർത്താവിന് അങ്ങോട്ട് വരാനുള്ള ചിലത് മാനുഷ്യമായ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ജനം ഇങ്ങനെ തിക്കുകയാണ്. ഇന്നലെ ഒരു കൺവെൻഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1000 പോസ്റ്ററുകളൊക്കെ അടിച്ച്, ഒരു മനുഷ്യന് 4 അടി 5 ഇഞ്ച് ഉയരമാണെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൈറ്റ് ഏകദേശം 40 അടി പൊക്കത്തിലൊക്കെ ഉള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കി വെച്ച് റോട്ടിലൊക്കെ ഇങ്ങോട്ട് വച്ച് പൂമാലയൊക്കെ സീരിയലൊക്കെ ഇട്ട് പബ്ലിസിറ്റി ചെയ്താലേ ജനം വരത്തുള്ളൂ. ഇവിടെ അതൊന്നും വേണ്ടെന്നേ. അഭിഷേകമുള്ളവന് എവിടെ കാലൂന്നിയാലും ജനം കൂടും. സ്തോത്രം. അഭിഷേകമുള്ളവൻ എവിടെ കാലൂന്നിയാലും അവിടെ ജനം കൂടും. ഇന്ന് രാത്രി എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇങ്ങനെയാ, നിന്റെ കാൽപാത എവിടെ ഊന്നുമോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. യേശു വരുന്നു എന്ന് പറഞ്ഞാൽ മതി, യേശു നടന്നു വരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവ പൈതലെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി അറിയിക്കുന്നത് ഇങ്ങനെയാ. നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. യായിറോസ്, അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവന് ഏകദേശം 12 വയസ്സുള്ള, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു.
അവൾ മരിക്കാറായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ വീട്ടിൽ വരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഉടവൽ ഖമനപരകതുനി. ഹല്ലേലൂയ. പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി നിന്റെ ഞെരുക്കങ്ങൾക്കകത്ത് നിൽക്കുകയാണോ, നിന്നെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പോകുകയാ. ഹല്ലേലൂയ. യേശു കർത്താവ് നോക്കിയേ, 49 മുതൽ 56 വരെയുള്ള വേദാംശത്തിലേക്ക് വരുമ്പോൾ, 49 മുതൽ 56 വരെയുള്ള വേദാംശത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു. 49, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് തൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു. എന്തിനാ നീ പ്രയാസപ്പെടുത്തുന്ന ഗുരുവിനെ? അവൾ മരിച്ചു കിടക്കുക. ഇന്ന് രാത്രി മരിച്ചു കിടക്കുന്നതിനെ ഉയർപ്പിക്കുന്നതാ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പുറത്തുള്ള ഒരു വ്യക്തി തൻ്റെ സ്ട്രക്ചറിൽ വച്ചിരിക്കുന്ന ഭവനത്തിൻ്റെ അതേ പ്ലാനിൽ ഇപ്പുറത്ത് വയ്ക്കുന്ന എഞ്ചിനീയർ അതേപോലെ വച്ചു കഴിഞ്ഞാൽ അതെന്ത് അത്ഭുതം. ആമേൻ. അവിടെ വച്ചിരിക്കുന്ന സ്ട്രക്ചർ അതേ മോഡലിലല്ല ഇപ്പുറത്ത് വയ്ക്കുന്നത്. അതവൻ്റെ കഴിവാ. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ കർത്താവ് അവിടെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന പുരുഷാരങ്ങളുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചില പുരുഷാര നിമിത്തം നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഉടബനാരകൽക്കന വൈശ്വമനാരകൾ പ്രൗഢവരറ്റ് അതുരക്കടകം വേദവരാജകൾ കനാദികൾ കടകപരം ധുനി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില പുരുഷാരത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുരുഷാരത്തിന്റെ ആരവം നിമിത്തം ചില പുരുഷന്മാർ, ചില പുരുഷാരം, ഒരു സൈന്യം തന്നെ ഉണ്ട് നിന്റെ വാഴ്ത്തത്വങ്ങൾക്ക് നേരെ, നിന്റെ വിടുതലുകൾക്ക് നേരെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ഒരാരവത്തിന്റെ മുൻപിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എത്ര പേര് വളഞ്ഞിരുന്നിന്നി എതിരായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചാലും സ്വർഗം പറയുന്നില്ല, ഞാൻ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ചെയ്യാൻ പോകുക. നോക്കിക്കേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 49 മുതൽ 56 വരെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. യേശു 50 വാക്യം. യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവരോട് ഉത്തരം പറഞ്ഞു. 51 പറയുന്നു. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോട് കൂടെ അകത്ത് കൊണ്ടുവരുവാൻ സമ്മതിച്ചില്ല. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ചിലരെയൊക്കെ നിന്റെ കൂടെ കൂട്ടുമ്പോൾ കൃപയുള്ളവരെ മാത്രം കൂടെ കൂട്ട്. ആമേൻ. ഒരു ദൂത് പറയാം. പഴയ നിയമത്തിനകത്തുനിന്ന് 17 വയസ്സായ ഒരു ചെറുക്കൻ, 17 വയസ്സായ ഒരു പയ്യൻ, 17 വയസ്സായ വെറും 17 വയസ്സ്. ആമേൻ. ആ ഒരു ബാലൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ചേട്ടാ ഞാനൊരു സ്വപ്നം കണ്ടു, എൻ്റെ മുമ്പിൽ 12 കാറ്റ എണീറ്റ് നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാടില്ലാത്തവനോട് വെളിപ്പാട് പറയരുത്. സഹോദരന് വെളിപ്പാടില്ലെങ്കിൽ നീ സഹോദരനോട് വെളിപ്പാട് പറയരുത്. നിന്റെ സ്വപ്നം പറയരുത്, നിന്റെ ദർശനം പറയരുത്. നിന്റെ സഹോദരിയോടോ, നിന്റെ സ്തോത്രം രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിന്റെ ദൈവം ഏൽപ്പിച്ച ദർശനം അവരുമായി പങ്കുവയ്ക്കരുത്. പങ്കുവച്ചു കഴിഞ്ഞാൽ അടുത്തുണ്ടാകുന്നത് പൊട്ടക്കുഴിയാ. ഓ, ദൂത് കയറി പറയുന്ന രാത്രി എന്തോ ദൈവാത്മാവിന്റെ രാത്രി പറയും, നിന്നോട് കൂടെ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും, നിന്നോട് കൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും, നിന്നോട് കൂടെ യാത്രയിൽ മുമ്പിലോട്ട് വരുന്നവരായിരിക്കും. ഇന്ന് രാത്രി ദൈവഹിതമില്ലാത്ത ഒരു വ്യക്തിയോടും ആലോചന ഷെയർ ചെയ്യരുത്. സ്തോത്രം. നിന്നോട് പറഞ്ഞ ദൂതുകൾ ഷെയർ ചെയ്യരുത്. ഒരു വീട്ടിലും പോയി വിളംബരം ചെയ്യരുത്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നത് ഇല്ല, കൃപയുള്ളവനോട് മാത്രം കൂടെ അകത്ത് കയറി ഇന്ന് രാത്രി കരയുന്നവരെല്ലാം പുറത്താക്കി. 53 അവരെ അവൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മരിച്ചുപോയി എന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിക്കുക. ഇന്നും പരിഹാസം നിന്നിട്ടില്ല അല്ലേ? ആമേൻ. അഭിഷത്തെ പരിഹാസം നിന്നില്ലല്ലേ? പരിഹാസം നിൽക്കാൻ പോകുകയാ. നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് വരുന്ന പരിഹാസം നിൽക്കാൻ പോകുകയാ. അഭിഷക്തമാരെ, ഇന്ന് രാത്രി പരിഹാസങ്ങൾക്ക് വിരാമം കുറിക്കുന്ന രാത്രി എന്നേ.
ഹല്ലേലൂയ, ആമേൻ. സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന പരിഹാസം, സ്റ്റോപ്പ് എന്നുള്ള വാക്കുകൾ, നിർത്തിക്കോ എന്ന് പറഞ്ഞ വാക്കുകൾ, ഇല്ലെങ്കിൽ നിനക്ക് ദോഷമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ നീ മൈൻഡ് ചെയ്യാതെ മുൻപിലോട്ട് പോയത് കൊണ്ട് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നീ അറിയാതെ നിന്റെ കളപ്പുരകളെ വർദ്ധിപ്പിക്കുന്ന, നീ അറിയാതെ നിന്നെ താങ്ങുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി നിപ്പുണ്ട്. ഹല്ലേലൂയ. കേവലം കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ചില പോരുകളെ ഇന്ന് രാത്രി സ്വർഗത്തിൽ ദൈവം പറയുന്നു, നീ അറിയാതെ നിന്നെ പരിഹസിച്ചവർ നിന്റെ മുമ്പിൽ നിന്റെ കരം പിടിച്ചു പറയും, ഓ കർത്താവിൻ്റെ അഭിഷക്തം, ഇനി കർത്താവിൻ്റെ അഭിഷക്തേ എന്നോട് ക്ഷമിക്കണമേ, കർത്താവിൻ്റെ അഭിഷക്തന് എന്നോട് ക്ഷമിക്കണമേ. ഓ, രണ്ട് മക്കളെ കൈ പിടിച്ച് പറയും, എന്നോട് ക്ഷമിക്കണമേ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എത്ര വർഷം കൊണ്ട് ആമൻ നിന്നെ ഉപദ്രവിക്കുന്നവരായിരിക്കും. ഓ പ്രൈസ് ദി ലോർഡ്, ഈ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ആമൻ നിന്നെ പരിഹസിക്കുകയാണോ? ഓ നിന്നെ പരിഹാസം പറയുകയാണോ? ഇല്ല, ദാ കരം പിടിച്ചു പറയുക, ഇല്ല, ഞാൻ ആമേൻ നിന്നെ ഒരിക്കലും പരിഹസിക്കാൻ വിടത്തില്ല. ഓ പ്രൊഫസർ, ദൈവത്തിൻ്റെ ആത്മാവിന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. എന്തുമാത്രം നിന്ദകൾ, എന്തുമാത്രം പരിഹാസങ്ങൾ. ഓ മറ്റാരും അല്ല ആമേൻ ദൈവദാസനെ എന്നെനിക്ക് ഉറക്കെ പറയാൻ കഴിയും എന്ന് ദൈവദാസനെ മറ്റാരുമല്ല കേട്ടോ, രക്തത്തിൽ എൻ്റെ കൂടെ ജനിച്ചത്, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എന്നെക്കാൾ ആരോഗ്യമുള്ളവർ, രക്തബന്ധങ്ങൾ വരെ എന്നെ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് അത് ശക്തമായി വിളിച്ചു പറയുന്നു, അവർ നിന്റെ മുമ്പിൽ പ്രാർത്ഥനാപേക്ഷയുമായി മുഴങ്കാൽ മടക്കുന്ന സുദിനം ആസന്നമായിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുക, അതെ, പരിഹസിച്ച് എത്രത്തോളം പരിഹാസമുണ്ടോ അതെല്ലാം ഒരു ഭാണ്ഡത്തിൽ കെട്ടി കർത്താവ് മുമ്പിൽ വച്ചിട്ടുണ്ട്. അതിനെ തക്ക സമയത്ത് മറുപടി അയക്കുമ്പോൾ എൻ്റെ കർത്താവ് ശക്തനാകട്ടോ. കണ്ണീന്ന് വീഴുന്ന രക്തത്തുള്ളികൾ ഇന്ന് രാത്രി ഉടവൽ കമന ജൂഡവരാജകൽക്കനാദി, ഇന്ന് രാത്രി കണ്ണീന്ന് വീഴുന്ന രക്തത്തുള്ളികൾ, ഹല്ലേലൂയ. നീ ഇവിടെ കിടക്കുന്നത് ഇന്ന് ചെറ്റക്കുടില്ല കിടക്കുന്നത്, ഹല്ലേലൂയ. ഇതൊന്നും ഒരു വ്യത്യാസം വന്നില്ലല്ലോ. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നല്ലോ, നിനക്ക് പ്രാർത്ഥിക്കുക വിടുതൽ സംഭവിക്കുന്നല്ലോ. പിന്നെ എന്താ നീ കിടക്കുന്ന ഇടമൊന്നും ശരിയാകാത്തത്? നിന്റെ കർത്താവ് അത്ഭുതം അന്തരെന്നല്ല നീ പ്രസംഗിക്കുന്നത്, നിന്റെ കർത്താവ് അത്ഭുതം എന്നല്ല നീ പ്രസംഗിക്കുന്നത്. പിന്നെ എന്താ നിന്റെ ജീവിതത്തിൽ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് രാത്രി കർത്താവ് പറയുന്നു, ഇത് നിൽക്കാൻ പോകുകയാ, ഈ പരിഹാസത്തെ നിർത്താൻ പോകുകയാ ദൈവം. നിന്റെ ഇഷ്ടപ്രകാരം, നിന്റെ സ്തോത്ര ഡിസൈനിൽ, നീ പറയുന്ന ഡിസൈനിൽ സ്തോത്ര വീട് നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നീ പറഞ്ഞ ഡിസൈനിൽ, നിന്റെ സ്തോത്ര സ്ട്രക്ചറിൽ ഈ രാത്രി തമ്പുരാൻ ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഓ ആമേൻ. 2026 നമുക്കത് പ്രതിഷ്ഠിക്കണം അല്ലേ പ്രൊഫസർ? 2026 പ്രതിഷ്ഠിക്കണം അല്ലേ മിനി? കർത്താവിന്റെ അഭിഷക്തയെ വീട് പ്രതിഷ്ഠിക്കണ്ടേ? ആ അഭിഷക്തനെ പ്രതിഷ്ഠിക്കണം. ഹല്ലേലൂയ. എവിടെയാണെന്ന് അറിയത്തില്ല, അറിയണ്ട കേട്ടോ, അറിയുന്നവൻ കൂടെയുണ്ട് കേട്ടോ, അറിയുന്നവൻ കൂടെയുണ്ട്. 26, 27 ആമേൻ. വാമേ ചില ഭവനങ്ങൾ പ്രതിഷ്ഠിക്കേണ്ട വർഷങ്ങളാ. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി അത് അക്കമിട്ട് ആമേൻ അക്കമിട്ട് വിളിച്ചു പറയുന്നു, ചില ഭവനങ്ങൾ സ്തോത്രം പ്രതിഷ്ഠിക്കുന്ന വർഷമാ. ബിസിനസ്സേ ഭവനങ്ങൾ പ്രതിഷ്ഠിക്കണ്ടേ? ഓമന സിസ്റ്റേ പുതിയ വീട് പ്രതിഷ്ഠിക്കണ്ടേ? ഓ റീബന സംഭവ, നിങ്ങൾ അനങ്ങുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, സ്തോത്രം പ്രതിഷ്ഠിക്കണ്ടേ? ദിനേശ് ബ്രദറെ പുതിയ വീട് പ്രതിഷ്ഠിക്കണ്ടേ? ആമേൻ പറ. ആമേൻ നടക്കാൻ പോയ കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ചില വീടുകളെ പ്രതിഷ്ഠിപ്പാൻ, ചില വീടുകളെ സ്തോത്രം ചെയ്ത് പ്രൈസ് വാതിൽ തുറക്കുവാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, സുബിനെ ഇരിക്കുന്ന രാജ്യത്തിന് സ്തോത്രം പറ. ഓ സംഭവരാജകൽക്കനാദി എന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ചില കുടുംബങ്ങൾ പ്രതിഷ്ഠിക്കുന്ന, ചില കുടുംബങ്ങൾ പ്രതിഷ്ഠിക്കുന്ന, ചില കുടുംബങ്ങൾക്ക് അടിസ്ഥാനമിടുന്ന 2 വർഷത്തിനകത്ത് ചില ഭവനങ്ങൾ പണിതീർത്ത് സ്തോത്രം പറയാൻ പോകുക. ആമേൻ, 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 ആമേൻ. അത്ഭുതം. ഈ ശുശ്രൂഷ തീരും മുൻപ്, ഈ അത്ഭുത ശുശ്രൂഷ തീരും മുമ്പ്, ഈ അത്ഭുതത്തിന് സബ്ജക്ട് തീരും മുമ്പ് ചില ഭവനത്തിന് തറക്കല്ലിൽ ഇടാൻ പോകുകയാ. ഉടബൽ ഖമനബരഗതുനി. അഭിഷേകത്തിനെ എങ്ങനെ അറിയത്തില്ല. നീ നിന്നു കൊടുക്കാൻ പറ്റുമോ? 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 ഒന്ന് നിന്ന് കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് രാത്രി നിന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാനുണ്ട്, ആമേൻ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ ആമേൻ ഒരുത്തൻ ഇന്ന് രാത്രി ഇറങ്ങി നിൽപ്പുണ്ട്, നിന്റെ പരിഹാസത്തെ തുടച്ചു മാറ്റുന്ന. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. മത്തായി സുവിശേഷം 9:18 അവിടെ ഇങ്ങനെ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. 19 പറയുന്നു, യേശു എഴുന്നേറ്റ്
ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, 23, 24, 25, 26. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നോക്കിക്കൊള്ളണേ. 23, 24, 25, 26 ശ്രദ്ധിക്കൂ. 23-ന്റെ ആമേശ്വരം ഒത്തുവാക്യം ഇങ്ങനെ പറയുന്നു. വെളിപ്പാട് 18, 22. 2 ദിനവൃത്താന്ത പുസ്തകം ആമേസ്തോത്രം 35, 25. യിരെമ്യാവിന്റെ പുസ്തകം 9, 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20-10. യോഹന്നാൻ 11, 4 മുതൽ 11 വരെ. അപ്പോസ്തല പ്രവൃത്തി 9-40. മാർക്കോസ് 9-27. അപ്പോസ്തല പ്രവൃത്തി 3-7, 9-4. 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. മത്തായി 9-18 മുതൽ 26 വരെ. ആമേൻ. മാർക്കോസ് 5-22 മുതൽ 43 വരെ. ആമേൻ. ലൂക്ക 8-41 മുതൽ 56 വരെ. മത്തായി 8-2. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്ക് അസാധ്യമെന്ന് നീ പറഞ്ഞ് മുദ്ര വച്ചത് ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോയാ. ശാമന ഹസ്തുനാരകൽക്കന ചൂടപരം ധുനി അംബൽക്കമനപരഗതന വേദപരാജകൽക്കനാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീട് പാല് കാച്ചുമ്പോൾ തന്നെ നിന്റെ കയ്യിലൊരു കുഞ്ഞുമിരിക്കും. ശമനപരഗതന വൈഡകരാജകൾ കനാദി ഹംദൽക്കമനപരഗതുനി വേദകരാജകൾ പ്രൗഢപരം ധുനി വേദക്കടകം വേദപരാജകൾ കനാദി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. നിങ്ങൾ 2 പേര് മാത്രം ആ വീട്ടിനകത്ത് കയറത്തില്ല. 3-ാമത് ഒരുവൻ കൂടെ അതിൻ്റെ കയ്യിലിരിക്കും. അങ്ങനെ അത് തന്നെ 3-ാമത് ഒരുവൻ എന്ന് പറഞ്ഞാൽ 3-ാമത് ഒരുവൻ നിന്റെ കയ്യിലിരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തതെന്ന് ആരാധിക്കാൻ പറ്റുമോ? നിന്റെ നിന്ദകൾ മാറുന്ന, വേദനകൾ മാറുന്ന, കഷ്ടതകൾ മാറുന്ന, സങ്കടങ്ങൾ മാറുന്ന, ആമേൻ, ആരാവര മാറുന്ന, പരിഹാസങ്ങൾ മാറുന്ന ഒരു ഉയർപ്പ് സംഭവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? സംഭവിക്കും. ആമേൻ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി, ദൈവത്തിന്റെ നിയമപ്പെട്ടകം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അതിനകത്ത് 3 കാര്യമുണ്ട്. 1, ആമേൻ, മന്ന ഇട്ടു വെച്ച പൊൻപാത്രം. 2, അഹരോന്റെ തടുത്ത വടി. 3, നിയമത്തിന്റെ കൽപ്പലകകൾ. ആമേൻ, സ്തോത്രം. ആമേൻ. 1, ആമേൻ, സ്തോത്രം, അഹരോന്റെ തടുത്ത വടി. 3, നിയമത്തിന്റെ കൽപ്പലക. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭാഗം പറയുന്നു മന്ന ഇട്ടു വെച്ച പൊൻപാത്രം. 3 കാര്യങ്ങൾ ആ പെട്ടകത്തിനകത്തുണ്ട്. അത് നിന്റെ വീട്ടിനകത്തിരിക്കട്ടെ. ഇന്ന് രാത്രി ചില തളിർക്കാൻ പോകുക. അത് നിന്റെ ദേശത്തിൽ ഇറങ്ങി വരട്ടെ. തങ്ങമേണ്ടി പ്രാർത്ഥിച്ചോ. ആമേ. മരണ നിഴലിന്റെ താഴെ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ആമേ സങ്കീർത്തന പ്രമാണി വിളിച്ചു പറയുക. പ്രാർത്ഥിച്ചോ. ഈ നാളുകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അതിനുവേണ്ടി ചില ആമേ ശൂന്യതകൾ, ചില വേദനകൾ, ചില കഷ്ടതകൾ, ചില നെടുവീർപ്പുകൾ, സങ്കടങ്ങൾ, ആമേ കൂനി പിടിച്ചിരിപ്പുള്ള ഇരിപ്പും, ആമേൻ, ഹല്ലേലൂയ, അലസതകളും, ചില ആരാവാരങ്ങളും ഒക്കെ ഇത് വരുന്നത് ആമേ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക്. ആമേൻ. സ്തോത്രം പറഞ്ഞ ദൈവത്തോട് സ്തോത്രം പറഞ്ഞോ. എന്ന് രാത്രി പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. കരത്തെ പിടിച്ച് എണീക്കാൻ പറഞ്ഞാൽ കരത്തെ പിടിച്ച് എണീപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിലേക്കൊന്ന് ഏൽപ്പിക്കാൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കും.